പറയാറുള്ളത് ഒരിക്കലും ഒരു വ്യക്തിയെക്കുറിച്ചും ഒരു ദോഷ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന്. കാരണം ഒരു വ്യക്തിയെ തെറ്റുകാരനാക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് വേറൊരു മുഖമുണ്ടാവും. ഈ മുഖം അറിയാതെ ആയിരിക്കാം പല സമയത്തും ആൾക്കാർ ആ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത തെറ്റിനെ കുറിച്ചോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇതിലൂടെ ആ വ്യക്തി ചെയ്ത തെറ്റിന്റെ ഫലം, അതായത് ആ വ്യക്തി ചെയ്ത തെറ്റിന്റെ കർമ്മഫലം കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്നത് പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തി ചെയ്ത കർമ്മത്തിന്റെ ഫലം കൂടെ അനുഭവിക്കേണ്ടി വരികയാണ്. കഴിയുന്നതും നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക, ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടാനായി ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്നതാണ്. കാരണം കലിയുഗത്തിലെ ഭഗവാൻ ഒരിക്കലും ഒരു വ്യക്തിയോടും തപസ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറയുന്നില്ല. കാരണം ഇതിനു മുൻപുള്ള യുഗങ്ങളിൽ ആൾക്കാർ തപസ് ചെയ്താണ് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കലിയുഗത്തില് നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ തന്നെ മതി. അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ നല്ല വ്യക്തികളുടെ കഥകൾ, അല്ലെങ്കിൽ നല്ല വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുക. ഇതിലൂടെ നമുക്ക് സ്വർഗപ്രാപ്തി വരെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ കലിയുഗത്തിലുണ്ട്.